കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കലയും കലാകാരന്മാരും എപ്പോഴും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി മുതിർന്ന നർത്തകി കലാമണ്ഡലം സത്യഭാമയിൽ നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ സാംസ്കാരിക ബോധത്തെ വെല്ലുവിളിക്കുന്നതാണ്. RLV രാമകൃഷ്ണനെതിരെ നടത്തിയ വർണ്ണാധിക്ഷേപത്തിന് പിന്നാലെ ഇപ്പോൾ പ്രശസ്ത നടി സ്നേഹ ശ്രീകുമാറിനെതിരെ അവർ നടത്തിയിരിക്കുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്. നേരത്തെ RLV രാമകൃഷ്ണന്റെ നിറത്തെയും നൃത്തത്തെയും കുറിച്ച് സത്യഭാമ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. അന്ന് രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സത്യഭാമയുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും സ്നേഹ ശ്രീകുമാർ രംഗത്തെത്തിയിരുന്നു. ഇതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് പുതിയ വീഡിയോയ്ക്ക് ആധാരമെന്ന് വ്യക്തമാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച വീഡിയോയിൽ സ്നേഹയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സത്യഭാമ തന്റെ വിദ്വേഷ പ്രസംഗം നടത്തിയത്. ശരീരത്തെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം സത്യഭാമയുടെ വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെ പരിഹസിക്കുന്നതാണ്. പിണ്ടോദരി എന്ന വാക്കുപയോഗിച്ച് സ്നേഹയുടെ ശരീരപ്രകൃതിയെ കളിയാക്കുന്നത് വഴി മോശമായ ഒരു ശാരീരിക പരിഹാസമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ രൂപത്തെ ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ പൊതുവേദിയിൽ അധിക്ഷേപിക്കുന്നത് ആധുനിക സമൂഹത്തിനൊട്ടും ചേർന്നതല്ല. മാത്രമല്ല, സ്നേഹയുടെ ഭർത്താവും നടനുമായ ശ്രീകുമാറിനെതിരെ മുൻപുണ്ടായ ഒരു കേസിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവരെ വൈകാരികമായി തളർത്താനും സത്യഭാമ ശ്രമിക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് പെണ്ണ് കേസിൽ പെട്ടതിനേക്കാൾ കൂടുതൽ നീ വിഷമിക്കും എന്ന ഭീഷണി സ്വരത്തിലുള്ള സംസാരം ഒരു ക്രിമിനൽ കുറ്റത്തിന് സമാനമായ ഗൗരവമുള്ളതാണ്.